കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എനിക്ക് ദേവേട്ടനെ വേണം, പക്ഷെ കിട്ടുവോ? ഒരിക്കലും ഇല്ലല്ലോ. ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിലേക്ക് ആരെ വലിച്ചഴിച്ചുകൊണ്ടുവരാൻ എനിക്കും താല്പര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഇതില് ദേവേട്ടനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അമ്മായി. അത് വൈദേഹിയോടുള്ള സ്നേഹം. ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങൾ എല്ലാവരും പേടിച്ചില്ലേ? പക്ഷെ ദേവേട്ടന് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ അത്? ഞാൻ മാത്രല്ല, ആർക്ക് എന്ത് സംഭവിച്ചാലും ദേവേട്ടൻ വൈദേഹിയെ കുറിച്ച് മാത്രമേ ചിന്തിക്കൂ. അത് മനസ്സിലായിട്ടും ദേവേട്ടനെ നമ്മളെല്ലാം നിർബന്ധിച്ച അത് തെറ്റാ. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നീ എന്താ പറഞ്ഞു വരുന്നത് മാളവിക? ആർക്ക് എന്ത് സംഭവിച്ചാലും അവന്റെ തീരുമാനത്തിനൊരു മാറ്റം ഉണ്ടാവില്ലെന്ന് ഇന്ന് അതൊന്നും അറിയണം. അതിലിനി പുതിയതായിട്ട് അറിയാൻ എന്തുണ്ടമ്മായി? ദേവാ, നീ ഈ കല്യാണത്തിന് സമ്മതിച്ചേ പറ്റൂ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്റെ വാക്ക് ധിക്കരിക്കാനും മാത്രമായോ നീ? പറ്റില്ല എന്ന് പറഞ്ഞ കാര്യത്തിന് വേണ്ടി വീണ്ടും വീണ്ടും വാശി പിടിക്കുന്ന എന്തിനാ? അമ്മയെ അനുസരിക്കാത്തൊരു മകനാ ഞാനെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാ? എന്റെ അവസ്ഥ എന്താ അമ്മ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തെ? അച്ഛനെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക്. ദേവാ, ഇതിൽ അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഞാൻ എന്തെങ്കിലും തീരുമാനിച്ച അത് അദ്ദേഹത്തിനും സമ്മതമാണ്. പക്ഷേ ഞാനെടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഈ വീട്ടിലെ മറ്റുള്ളവർക്ക് ഒരു വിലയില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഒൻപത് മാസം ചുമന്ന് പ്രസവിച്ച മകൻ തന്നെ എന്റെ വാക്കുകളെ ധിക്കരിക്കാൻ തയ്യാറായ സ്ഥിതിക്ക് ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിലും ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കൗസല്യേ, നീ എന്തിനാ ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നേ? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റദാസേട്ടാ? ഇനി ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം? ഇത്രയും കാലം ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചത്. അവർക്ക് പോലും എന്നെ വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം? എനിക്കിനി ജീവിക്കണ്ട. കൗസല്യേ, അമ്മേ, കൗസല്യേ, കൗസല്യേ. കൗസല്യേ, എന്താ ഈ കാണിക്കുന്നത്? കൗസല്യേ, കൗസല്യേ, അമ്മായി, അമ്മേ, കൗസല്യേ, നീ ചെയ്യുന്നേ? നീ എന്തൊക്കെ കാണിക്കുന്നേ? പ്ലീസ് ഹോസ്പിറ്റലിൽ പോ. നീ എന്നെ തൊടണ്ട. എന്നോട് മിണ്ടാനും വരണ്ട. ഇങ്ങനൊരു മോനില്ലാതെ ഞാൻ ധരിച്ചോളാം. ഇല്ല, ഞാൻ പറയുന്നത് അനുസരിക്കാൻ നിനക്ക് പറ്റില്ലെങ്കിൽ പിന്നെ നീ പറയുന്നത് എന്തിനു ഞാൻ കേൾക്കണം? കൗസല്യ, നീ എന്തൊക്കെയാ പറയുന്നേ? നീ എങ്ങനെയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കാൻ നോക്ക്. ഞാൻ എങ്ങനെ അടങ്ങിയിരിക്കാനാ ദാസേട്ടാ? അമ്മേ ദേവാ, നീ വേഗം ഡോക്ടറെ വിളിക്കാൻ. ശരി, ഒരു ഡോക്ടറും വരണം. കൗസല്യ, ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ പറയുന്നത് കേക്ക്. നീ വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാന്ന്. ഞാൻ എങ്ങോട്ടേക്കും വരുന്നില്ല. അച്ഛാ, ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്. 10 മിനിറ്റിനുള്ളിൽ എത്തുന്നു പറഞ്ഞു. എനിക്ക് ഒരു ഡോക്ടറെ കാണണ്ട. അമ്മേ, പ്ലീസ് അമ്മേ.
എടാ ഹോസ്പിറ്റലിൽ പോകാൻ അമ്മ ഇവിടുന്ന് അനങ്ങണ്ടേ? പറയുന്ന കേക്ക് കൗസല്യേ. അമ്മേ പ്ലീസ് പറയുന്നൊന്ന് നീ കേക്ക്. അയ്യോ അമ്മേ അമ്മേ കൗസല്യേ. അമ്മേ അമ്മേ കൗസല്യേ. അമ്മേ 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 കൗസല്യേ. അമ്മേ അമ്മായി എണീക്ക് അമ്മായി. അമ്മേ കണ്ണു തുറക്കമ്മേ. കൗസല്യേ. അമ്മേ അമ്മായി കൗസല്യേ. അമ്മേ കൗസല്യേ. എന്നോട് മിണ്ടാനും വരണ്ട. ഇങ്ങനൊരു മോനില്ലാതെ ഞാൻ ധരിച്ചോളാം. അമ്മേ അമ്മേ ഊർമിളേച്ചി, എല്ലാത്തിനും കാരണം ഞാൻ ഊർമിളേച്ചി. ദേവേട്ടന്റെ എന്റെ കല്യാണം നടത്തണമെന്ന് അമ്മായി തീരുമാനിച്ചു. ദേവേട്ടനതനുസരിക്കാഞ്ഞിട്ട് അമ്മായി അവിടെ ഇരുന്ന് ഉറക്ക ഗുളിക മുഴുവൻ എടുത്ത് കഴിച്ചു. എല്ലാം ഞാൻ കാരണം. മാളവിക മാളവിക അമ്മ എന്തിനാ ഇങ്ങനൊക്കെ ചെയ്യുന്നത്? ഡോക്ടറെ വിളിച്ചായിരുന്നു. ഡോക്ടർ വന്നോ? ഡോക്ടറും നഴ്സും ഒക്കെ അകത്തുണ്ട്. അമ്മായിക്ക് ഇത് വന്ന ഞാൻ കാരണം. ചേടാ, 1 മണിക്കൂറൊന്ന് പുറത്തേക്ക് പോയതും എന്തൊക്കെയാ ഇവിടെ നടന്നത്. ഞാനെങ്ങാനും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എരുതിയിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കായിരുന്നു. അത് കേട്ട അമ്മ ഈ നേരം ഇഹലോകം വെടിഞ്ഞ് സ്വർഗലോകത്തേക്ക് പോയിട്ടുണ്ടാവും. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ചെറുപ്പത്തിലെ ദേവൻ മാളവികയുടെ കഴുത്തിൽ താലി കെട്ടിയതല്ലേ? പിന്നെ എന്തിനാ ഒരു കല്യാണം? വല്യമ്മ എന്തിനാ ഈ ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കുന്നത്? മാളവികയെ മനസ്സിൽ കണ്ടുകൊണ്ടാ ഞാൻ കുറേയേറെ പദ്ധതികളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അവളിപ്പോ ദേവനെ കെട്ടാൻ പോയാ ഞാൻ എന്ത് ചെയ്യും? അമ്മായി, ഡോക്ടറെ, കൗസല്യക്ക് എങ്ങനെയുണ്ട് ഡോക്ടറെ? കൃത്യസമയത്ത് നിങ്ങൾ ഫോൺ ചെയ്തത്. അതുകൊണ്ട് അപകടമൊന്നും പറ്റിയില്ല. പുള്ളിക്കാരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അരമണിക്കൂർ കഴിയുമ്പോൾ ബോധം തെളിയും. അപ്പൊ പോയി കണ്ടോളൂ. നഴ്സ് വരൂ.
പുറത്തേക്ക് പോയി വന്നപ്പോഴേക്കും എത്ര നല്ല സീനാ ഞാൻ മിസ് ചെയ്തത്. അമ്മയുടെ പ്രകടനങ്ങളും കാണാൻ പറ്റിയില്ല, സംഭവിച്ചത് എന്താണെന്ന് അറിയാനും പറ്റിയില്ല. വൈദേഹിയുടെ കരച്ചിലും മിസ് ചെയ്തു. ഇതൊക്കെയല്ലേ ഞാൻ കാണാൻ ആഗ്രഹിച്ചത്. എങ്ങനുണ്ടടി? നീ എന്നെ വല്ലാതങ്ങ് മിസ്കാൽക്കുലേറ്റ് ചെയ്ത് കളഞ്ഞല്ലോ മോളെ. അമ്മായി, അമ്മേ, അമ്മേ, അമ്മായി, അമ്മ, അമ്മേ, അമ്മേ. കൗസല്യേ, കൗസല്യേ. കൗസല്യേ, കൗസല്യേ, ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട്? എന്തിനാ നീ ഇങ്ങനെ ഒരു അവിവേകം കാണിച്ചേ? നിനക്കെന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ എങ്ങനെയാ ജീവിക്കുക? എന്റെ മുമ്പിൽ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ലായിരുന്നു ദാസേട്ടാ. എന്റെ മോൻ എന്റെ വാക്കുകളെ ധിക്കരിച്ചപ്പോ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നെന്ന് തോന്നി. അമ്മേ, എന്നോടൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നീ എന്നോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കും തോറും എന്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും കൂടെയുള്ളൂ. അത് നിറവേറ്റാൻ നിനക്കാവില്ല. നീ പൊക്കോളൂ. എനിക്കാരെയും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല മോനെ. നിങ്ങൾ കണ്ടോണ്ടല്ലേ നിങ്ങൾക്ക് ഇന്ന് എന്നെ ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞത്. എപ്പോഴും എന്റെ അടുത്ത് എല്ലാവരും ഉണ്ടാവില്ലല്ലോ. കൗസല്യേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി ഇങ്ങനെ വേണ്ടാത്തൊന്നും പറയാതിരിക്കേ. പറയാതെ എന്ത് ചെയ്യുവച്ചാ? അമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോ നമുക്ക് വിഷമം തോന്നും. പക്ഷേ എത്രമാത്രം മനസ്സ് വിഷമിച്ചതുകൊണ്ടാണ് ഒരിക്കലും ഇല്ലാത്ത പോലെ അമ്മ ഇങ്ങനെ ചെയ്തത്. എന്നാലും അമ്മ ആഗ്രഹിച്ചതിൽ തെറ്റു പറയാൻ പറ്റുമോ? മാളവിക ദേവന്റെ ഭാര്യ തന്നെയാണല്ലോ. പക്ഷെ ഈ കാര്യം അധികം ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാളവിക ആരും വില വെക്കുന്നുമില്ല. എല്ലാവരുടെയും മുമ്പിൽ അവൾ അപമാനിതയാകുന്നത് കാണുമ്പോ അമ്മയ്ക്ക് വിഷമാവുന്നു. ആ വിഷമം തെറ്റാണെന്നാ?
എനിക്ക് വേണ്ടി അമ്മായി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോ ഊർമിള ചേച്ചി ദേവനെ ലോജിക്ക് കൊണ്ട് കൊല്ലുകയാണല്ലോ. ഇനി ഈ കല്യാണത്തിൽ നിന്ന് ദേവന് രക്ഷപ്പെടാനാവില്ല. അമ്മയുടെ ജീവൻ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നീ ഈ കല്യാണത്തിന് സമ്മതിക്കുന്നതാ നല്ലത് ദേവ. എന്തു പറയുന്നു? ചേച്ചി, ഞാൻ എന്തെങ്കിലും പറഞ്ഞ അമ്മായിയെ സമാധാനിപ്പിക്കാൻ നോക്കുമ്പോ വീണ്ടും എന്തിനാ ഈ കല്യാണത്തിന്റെ കാര്യം? എന്റെ ജീവിതമല്ലേ, അതതിന്റെ പാട്ടിന് പോട്ടെ. പക്ഷെ ദേവേട്ടന്റെ ഈ സങ്കടം കാണുമ്പോ എനിക്കിത് സഹിക്കാനാവുന്നില്ല. ഞാൻ കാരണം ആരും വിഷമിക്കണ്ട, ആരും മരിക്കാൻ വേണ്ട. ഞാൻ എപ്പോ വേണമെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാം. പോയിക്കോളാം ഞാൻ. എന്നെ പോകാൻ അനുവദിച്ചാ മതി. ഇങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ഇത്രയും നാള് നീ പാടുപെട്ടത്. നീ മറ്റുള്ളവരുടെ ഭർത്താവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയൊന്നുമല്ലല്ലോ. ദേവൻ ആദ്യം നിന്റെ ഭർത്താവാണ്.